അല്ല, ഇന്നലെ രാത്രി മുഴുവൻ നിങ്ങൾ എവിടെയായിരുന്നു? അവൻ രാത്രി മുഴുവൻ നിങ്ങളെ കാണാതെ ടെൻഷനായിട്ട് ഉറങ്ങിയിട്ട് പോലുമില്ല. ഇത്ര നേരം നീ എവിടെയായിരുന്നു? ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഞാൻ എൻ്റെ പഴയൊരു സുഹൃത്തിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു. എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട്. അവൻ ജാപ്പനീസ് ഡെലിഗേറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. അവൻ അവിടെയാണ് സെറ്റിലായിരിക്കുന്നത്. അവൻ്റെ കമ്പനിയിൽ എനിക്ക് നല്ല ശമ്പളത്തിലൊരു ജോലി തരാമെന്ന് പറഞ്ഞു. അതില്ലാതെ അവൻ മറ്റൊരു ഓഫറും തന്നു. വേണമെങ്കിൽ ഒന്നിച്ച് ജീവിക്കാമെന്നും പറഞ്ഞു. പക്ഷേ ഞാൻ ആദ്യം വേണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ കുറെ ആലോചിച്ചതിന് ശേഷം ഞാൻ അതിന് സമ്മതിച്ചു. അവൻ താഴെ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. നീ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാവോ? നന്നായിട്ടറിയാം. വളരെ ആലോചിച്ചതിന് ശേഷം ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ നല്ലതെന്ന് തോന്നുന്നു. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈ കിട്ടിയ ഉടനെ തന്നെ ഞാൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. അത് വരുന്നതുവരെ ഞാൻ ഇവിടെ താമസിക്കും. ഇപ്പോൾ ഞാൻ പോയി എൻ്റെ ലഗേജൊക്കെ പാക്ക് ചെയ്യാം. പിന്നൊരു കാര്യം, നമ്മളൊരു 6 മാസം ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. നീ ഈ ചെയ്യുന്നത് ശരിയല്ല താനിയ. ബൈ ദ വേ, ഇന്നലെ രാവിലെ ഒരാവശ്യത്തിന് വീട്ടിലേക്ക് വന്നിരുന്നു. നിങ്ങളുടെ ബന്ധത്തിനെക്കുറിച്ച് നേരത്തെ പറയായിരുന്നു. നമ്മൾ ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിച്ചിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. എനിക്കതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ബട്ട് എനിവേ, ഇദ്ദേഹത്തെ നിങ്ങൾ നന്നായി നോക്കണം. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഇറങ്ങുക. ഇതാ താക്കോൽ. ബ്യൂറോയുടെ താക്കോല് ബെഡിന്റെ അടിയിലിരിപ്പുണ്ട്. അപ്പൊ ശരി. അമ്മേ, ഞാനിപ്പം മെട്രോയിൽ കയറാൻ പോവാ. ഉടനെ വീട്ടിലെത്തും.